മാർച്ച് 14 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ മറ്റിൽഡ അഥവാ മോഡ്, വിശുദ്ധ പീറ്റർ, വിശുദ്ധ അഫ്രോഡിസൂസ്, വിശുദ്ധ ബോനിഫസ് കുരിറ്റൻ, വിശുദ്ധ ഡിയാകൊന്യൂസ്. വിശുദ്ധ മറ്റിൽഡ ഒരു സാക്സൺ പ്രഭുവായ തെയോഡോറിക്കിന്റെ മകളാണ് മറ്റിൽഡ. വിവാഹം വരെ എർഫോർഡിൽ ഒരു മഠത്തിൽ അവൾ താമസിക്കുകയായിരുന്നു. 913 സാക്സണിൽ തന്നെയുള്ള ഓത്തോ പ്രഭു അവളെ വിവാഹം കഴിച്ചു. 916 ഓത്തോ ജർമ്മനിയിലെ രാജാവായി ബവേറിയ പിടിച്ചെടുക്കുകയും ചെയ്തു. ലോകമായകളിൽ രാജ്ഞി ദർശിച്ചത് നീർപ്പോളകളെ മാത്രമാണ്. പ്രാർത്ഥനയും ധ്യാനവുമായിരുന്നു അവളുടെ മുഖ്യ ദിനചര്യ. പകൽ മാത്രമല്ല, രാത്രിയിലും ദീർഘനേരം രാജ്ഞി പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിയിരുന്നു. രോഗികളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുക, ദരിദ്രരെ സേവിക്കുക, ഉപദേശിക്കുക എന്നിവ രാജ്ഞിക്ക് എത്രയും പ്രിയങ്കരമായ ജോലികളായിരുന്നു. കാരാഗൃഹവാസികൾക്ക് സഹായങ്ങൾ നൽകി അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകളുടെ ഭാരം കുറച്ചു. അനുദപിക്കുവാൻ അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. രാജ്ഞിയുടെ സേവന പ്രേക്ഷിതത്വത്തിൽ രാജാവും സഹകരിച്ചിരുന്നു. 23 കൊല്ലത്തെ വൈവാഹിക ജീവിതത്തിന് ശേഷം രാജാവ് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം രാജ്ഞി തൻ്റെ ആഭരണങ്ങളെല്ലാം ധർമ്മകാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാനായി ഒരു പുരോഹിതനെ ഏൽപ്പിച്ചു. അവർക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്: ഓത്തോ, ഹെൻറി, വിശുദ്ധ ബ്രൂണോ. കിരീടത്തിനു വേണ്ടി മൂത്തവർ തമ്മിൽ ഒരു സമരമുണ്ടായെങ്കിലും അവസാനം ഓത്തോ തന്നെ ചക്രവർത്തിയായി. ഹെൻറിയെ സഹായിച്ചുവെന്ന കാരണത്തിന് ഓത്തോ അമ്മയെ കുറേ കാലത്തേക്ക് ഞെരുക്കിയെങ്കിലും അവസാനം രമ്യപ്പെട്ട് അമ്മയുടെ ഓഹരി മുഴുവൻ നൽകി. അങ്ങനെ തനിക്ക് സിദ്ധിച്ച സ്വത്തുകൊണ്ട് രാജ്ഞി പല പള്ളികൾ പണിയിച്ചു, 5 മഠം സ്ഥാപിച്ചു. അജ്ഞരെ പഠിപ്പിക്കുക രാജ്ഞിക്ക് എത്രയും പ്രിയങ്കരമായിരുന്നു. മരണത്തിനു മുൻപ് ഏതാനും വൈദികരുടെയും സന്യാസികളുടെയും മുൻപാകെ പരസ്യമായി തൻ്റെ പാപങ്ങൾ രാജ്ഞി ഏറ്റുപറഞ്ഞു. ചാക്കുധരിച്ചും ചാരം പൂശിയുമാണ് 963 മാർച്ച് 14 മെറ്റിൽഡ രാജ്ഞി മരണത്തെ സ്വാഗതം ചെയ്തത്. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം: വിശുദ്ധ ജീവിതത്തിൻ്റെ ആരംഭം വിശുദ്ധിയെ ആഗ്രഹിക്കുന്നതും ഉത്സാഹപൂർവ്വം പ്രാർത്ഥിക്കുന്നതും ലൗകിക സ്ഥാനമാനങ്ങൾക്ക് ഉപരിയായി വിശുദ്ധിയെ അന്വേഷിക്കുന്നതുമാണ്. തീക്ഷ്ണമായ പ്രാർത്ഥന, പരിശുദ്ധമായ ധ്യാനം, സദ്ഗ്രന്ഥ പാരായണം എന്നിവ ജീവിത ആദർശങ്ങളായിരിക്കണം. സംഭാഷണങ്ങളും സന്ദർശനങ്ങളും ഉപവിയിൽ അധിഷ്ഠിതമായിരിക്കുകയും വേണം. ഇതിനെല്ലാം വേണ്ടി ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. വിശുദ്ധയായ മറ്റിൽഡയെ ലോകത്ത് ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നതിന് പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.